പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി ലോക രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ ആയുധങ്ങളൊക്കെ വാങ്ങാനായിട്ട് രാജ്യങ്ങൾ അവിടെ ചെന്ന് കാത്തു നിൽക്കുകയാണ്. പാകിസ്ഥാന് ഇത്രയും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അത്രയേറെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥ, അവരുടെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ, അവരുടെ സംവിധാനങ്ങളുമൊക്കെ കുതിച്ചു കയറുന്നു. ഇതാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ ട്രോളുകൾക്കും തമാശകൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഖ്വാജ ആസിഫ് പറയുകയാണ്, 2025 മെയ്യിൽ ഇന്ത്യയുമായിട്ടൊരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് ശേഷമാണ് ലോക രാജ്യങ്ങൾ വന്ന് പാകിസ്ഥാൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നിങ്ങളുടെ PL-15 തരുമോ, നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തരുമോ, നിങ്ങളുടെ യുദ്ധവിമാനങ്ങളും മറ്റ് വെടിക്കോപ്പുകളുമൊക്കെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. JF-17 തണ്ടർ യുദ്ധവിമാനം നൽകാമോ എന്നൊക്കെ ചോദിക്കുന്നു. JF-10 ഉണ്ട്. അപ്പോൾ ഇത്തരം യുദ്ധവിമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടി ഖ്വാജ ആസിഫ് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. അതായത് IMFൻ്റെ ലോണൊന്നും ഞങ്ങൾക്ക് വേണ്ട, IMFൻ്റെ ഇളവൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഈ ലോണൊന്നും വേണ്ട, IMFൻ്റെ വായ്പ ഒന്നും ഇല്ലാതെ തന്നെ പാകിസ്ഥാന് സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അതായത് ഇനി നമുക്ക് വാസ്തവത്തിലേക്ക് വരാം. ഇതുവരെ പറഞ്ഞത് പാകിസ്ഥാൻ്റെ വീരവാദങ്ങളാണല്ലോ. അതായത് പാകിസ്ഥാൻ്റെ ഒരു എയർലൈൻസ് ഉണ്ട്, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത്. ആ എയർലൈൻസ് സാമ്പത്തിക പ്രതിസന്ധി കാരണം വിൽക്കാനിട്ടിരിക്കുന്ന സമയത്താണ് ഖ്വാജ ആസിഫിൻ്റെ ഈ പ്രതികരണം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിഞ്ഞ് അത് വെന്റിലേറ്ററിലാണ് എന്നുള്ളത് ലോകരാജ്യങ്ങളിലുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധർക്കും അറിയാം. പാകിസ്ഥാനിലെ സാമ്പത്തിക വിദഗ്ധർ മുതൽ അവിടുത്തെ കൊച്ചു കുട്ടികൾ വരെയുള്ള ആൾക്കാർക്കറിയാം പാകിസ്ഥാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അവർ വെന്റിലേറ്ററിലാണ് എന്നുള്ളത്. അപ്പോഴാണ് ഖ്വാജ ആസിഫിൻ്റെ ഈ അവകാശവാദവും വീമ്പ് പറച്ചിലും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. IMFൻ്റെ വായ്പകളൊക്കെ വേണ്ടെന്ന് വയ്ക്കുമെന്നാണ് പറയുന്നത്. ലോകമെമ്പാടും ആവശ്യക്കാരാണ് ആയുധങ്ങൾക്ക് എന്ന് പറയുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിന് വേണ്ടിയിട്ട് IMFൻ്റെ ധനകാര്യ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ IMFന് നിരന്തരമായി കത്തുകൾ എഴുതുന്നുണ്ട്, നിങ്ങളുടെ വ്യവസ്ഥകളൊന്ന് മൃദുലമാക്കണം, ഞങ്ങൾക്ക് ലോൺ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. പാകിസ്ഥാൻ ന്യൂസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വാർത്താ ഏജൻസി, അവരുടെ മാധ്യമം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഈ അവസ്ഥയെ പറ്റിയിട്ട്. എന്നിട്ടും വീമ്പ് പറച്ചിലിന് ഒരു കുഴപ്പവുമില്ല, ഒരു കുറവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ വ്യോമ ഗതാഗതത്തിനൊക്കെ പ്രധാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ എയർലൈൻസ്, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് അവർ വിൽക്കാനിട്ടിരിക്കുകയാണ്. അവർക്കതല്ലാതെ വേറെ മാർഗ്ഗമില്ല നടത്തിക്കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ഗതികെട്ട് കിടക്കുന്ന പാകിസ്ഥാനാണ് ഈ ഡയലോഗ് അടിക്കുന്നതെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ വലിയ മേന്മ നേടാൻ കഴിഞ്ഞു, അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ നൽകിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പാകിസ്ഥാൻ്റെ JF-17 JF-10 പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ നൽകിയിട്ടുണ്ട്. 2 രാജ്യങ്ങളാണ് ഇപ്പോൾ ഓർഡർ നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങി പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധവിമാനം അവർ ചോദിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ ഡ്രോണുകളൊക്കെ അസർബൈജാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ലിബിയയുടെ അവസ്ഥ അറിയാമല്ലോ നമുക്ക്. ലിബിയ എത്രത്തോളം ദരിദ്രവും എത്രത്തോളം കലുഷിതവുമായിട്ടുള്ള ഒരു രാജ്യമാണെന്നറിയാം. അവർക്ക് വലിയ തോതിലുള്ള അമേരിക്കയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഇല്ലെങ്കിൽ UK നിന്നോ ഒന്നും യുദ്ധവിമാനം വാങ്ങാനായിട്ടുള്ള ശേഷിയില്ല, ഇല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ, റഷ്യ കൊടുക്കുകയില്ല ലിബിയയ്ക്ക്. അപ്പോൾ ഇത്തരം രാജ്യങ്ങൾക്ക് വാങ്ങാനുള്ള ഗതിയില്ലാത്തതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാമെന്നാണ് അവർ വിചാരിക്കുന്നതെന്നാണ്. JF തണ്ടർ യുദ്ധവിമാനവും പാകിസ്ഥാൻ ഇത്തരത്തിൽ വിൽക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഖ്വാജ ആസിഫ് പറയുന്നതിൻ്റെ മറുപടിയായിട്ട് പാകിസ്ഥാനിലെ തന്നെ ചില മാധ്യമപ്രവർത്തകരൊക്കെ ആയിഷ സിദ്ദീഖിയെ പോലുള്ളവരൊക്കെ തന്നെ നല്ല പരിഹാസവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു അന്തർവാഹിനിയുടെയോ ഒരു യുദ്ധവിമാനത്തിൻ്റെയോ മുൻഭാഗവും പിൻഭാഗവും കണ്ടാൽ തിരിച്ചറിയാത്ത ആളാണ് ഖ്വാജ ആസിഫ് എന്ന് പരിഹസിച്ചു കൊണ്ടിട്ടാണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞയൊക്കെ ആയിട്ടുള്ള ആയിഷ സിദ്ദീഖി പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഗതികെട്ട് അവിടെ 1 കിലോ മൈദ വാങ്ങിക്കണമെങ്കിൽ തന്നെ 1500 രൂപ കൊടുക്കണമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന വീമ്പ് പറച്ചിൽ. അവിടുത്തെ ജനങ്ങൾ 4 പേരെ കുത്തിക്കൊന്ന് 1 കിലോ അരി എടുത്തുകൊണ്ട് പോയ സംഭവമൊക്കെ പാകിസ്ഥാനിലുണ്ടായത് അധികം കാലം മുമ്പല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി
ഈ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, 2 രാജ്യങ്ങൾ വാങ്ങുന്നുമുണ്ട്, ശരിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ചില നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. $4 ബില്യൺ പദ്ധതിയാണ് ചർച്ച ചെയ്യുന്നത് എന്നുമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തന്നെ നിർമ്മിച്ചതാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാകിസ്ഥാൻ നിർമ്മിച്ചതല്ല. ഇതിൻ്റെ പരിമിത ഘടകങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ നിർമ്മിച്ചത് എന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എയർ ഫ്രെയിം, അതായത് വിമാനം പറക്കുന്നതിൻ്റെ എയർ ഫ്രെയിം, നമ്മൾ പറയുമല്ലോ ബോഡി, ആ ബോഡി ബിൽഡ് ചെയ്യുന്നതിൻ്റെ 56% പാകിസ്ഥാൻ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ എൻജിൻ ടെക്നോളജി, മറ്റ് കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ വിദേശ നിർമ്മിതവും വിദേശ രാജ്യങ്ങൾ നൽകിയതുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചൈനയാണ്. ചൈനീസ് നിർമ്മിതമായിട്ടുള്ള യുദ്ധവിമാനമാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി JF തണ്ടർ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് റഷ്യൻ ഘടകങ്ങളുണ്ട്, ഇറ്റാലിയൻ ഭാഗങ്ങൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്, തുർക്കിയുടേതുണ്ട്, UK-യുടേതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ക്ലിമോവ് RD 93 എന്ന് പറയുന്ന ടർബോ എൻജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടർബോ എൻജിൻ റഷ്യൻ നിർമ്മിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖ്വാജ ആസിഫിൻ്റെ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇനി പരിമിതമായിട്ടുള്ള ഈ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ യുദ്ധവിമാനത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ലാഭവിഹിതവും കൈക്കലാക്കുന്നത് ചൈനയാണ്. വളരെ തുച്ഛമായ ഒരു തുക മാത്രമാണ് ഒരു യുദ്ധവിമാനം വിറ്റുപോയാൽ പാകിസ്ഥാന് കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 81 ട്രില്യൺ പാകിസ്ഥാൻ രൂപയാണ് എന്നുള്ളതാണ്. അതിൻ്റെ വിദേശ കടം എന്ന് പറയുന്നത് 28 ട്രില്യനും ഉണ്ട്. 26 ട്രില്യൺ പാക് രൂപയും അവരുടെ പൊതുകടമായിട്ടുണ്ട്, അവരുടെ വിദേശ കടമായിട്ടുണ്ട്. പൊതുകടം എന്ന് പറയുന്നത് 280 മുതൽ 300 ബില്യൺ ഡോളറാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സാമ്പത്തികമായി അസ്ഥിരമായിരിക്കുന്ന ഒരു രാജ്യം, നിരന്തരമായ ഭീകരവാദത്തെ മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യം, ആ ഭീകരവാദം കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾ പോലും മരിക്കുന്ന ഒരു രാജ്യം, അന്യ രാജ്യങ്ങൾക്ക് പോലും സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ അവകാശവാദമാണ് ഈ കേൾക്കുന്നത് എന്നുള്ളതാണ്. ഖ്വാജ ആസിഫിന് ഒരു വിമാനത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും പോലും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല എന്ന് ആയിഷ സിദ്ദിഖിയെ പോലുള്ള മാധ്യമപ്രവർത്തകരും നയതന്ത്രജ്ഞരും അടക്കമുള്ളവർ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതും ഇതേ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള മേനി പറച്ചിൽ ഖ്വാജ ആസിഫ് നടത്തുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്ന പല ആയുധങ്ങൾക്കും സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള കരുത്ത് പോലും പാകിസ്ഥാനില്ല എന്നുള്ളതറിയാം. എന്നിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ആയുധം വാങ്ങാൻ നിൽക്കുന്നു എന്നുള്ളത്. ഈ പറയുന്ന PL-15 എന്ന് പറയുന്ന മിസൈൽ ചൈന കൊടുത്തതാണ്. അതെടുത്ത് വെച്ച് അടിച്ചിട്ട് അത് പൊട്ടിത്തകർന്ന് താഴെ വീണു. ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ പറയുന്ന പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. JF-17 ആയാലും തന്നെ JF-10 പോലുള്ള യുദ്ധവിമാനങ്ങളായാലും ശരി തന്നെ ഇതെല്ലാം തന്നെ പാകിസ്ഥാന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ടെക്നോളജി മാത്രമാണ് കൈവശമുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ ശൃംഖലയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടതാണ്. ഫ്രാൻസ് പോലും നമ്മളുടെ പിനാക റോക്കറ്റ് സിസ്റ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ആകാശ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളും D4 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ലേസർ ഉപയോഗിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ വിവിധ രാജ്യങ്ങൾ നമ്മളുടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ലറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ, അതായത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയുധ വ്യാപാരത്തിലുള്ളപ്പോഴും ഇന്ത്യ പറയുന്ന കാര്യം, ഇന്ത്യയുടെ മികവ് മേന്മ അതിൻ്റെ ഒരു അറ്റത്തിൻ്റെ കഷ്ണം എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പാപ്പരത്വമാണ് പാകിസ്ഥാൻ കാണിക്കുന്നത്. അത്ര ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. ഇനി ആരെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന ബംഗ്ലാദേശിന് കിട്ടിയത്, അവർ ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് പന്നിക്കാട്ടമിട്ട ചോളമാണെങ്കിൽ ഇവിടെ പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് പന്നിക്കാട്ടം പോലും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കണക്കുകളാണ് ഈ പറഞ്ഞത്. എന്നിട്ടും അവകാശവാദത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഖ്വാജ ആസിഫിൻ്റെ അവകാശവാദങ്ങൾ വെറും ജലരേഖ മാത്രമാണ് എന്ന്.